രേവതിക്ക് അമ്മയുടെ കോള് വരികയാണ്. സംസാരിക്കുന്നതിടയിൽ അമ്മ അങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ തന്നെ ചോദിക്കും. രേവതിക്കാണ് ഒന്നും പറയാനൊരു താല്പര്യമില്ല. അമ്മ സച്ചിയുടെ കാര്യം ചോദിക്കുമ്പോൾ രേവതി പറയും, എന്നെ എന്തിനാ എല്ലാവരും കൂടെ അദ്ദേഹത്തിൻ്റെ തലയിൽ കെട്ടിവെച്ചത്? അമ്മ ചോദിക്കും, നീ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത്? നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? രേവതി പറയും, എന്നോട് കൂടുതലൊന്നും ചോദിക്കണ്ട, ഞാൻ പിന്നെ വിളിക്കാം. അമ്മയോട് എന്താ കാര്യം ചോദിക്കുമ്പോൾ അമ്മ പറയും, അവൾ ഇങ്ങനെയൊക്കെ പറഞ്ഞത്, കൂടുതലൊന്നും പറയാതെ ഫോൺ കട്ട് ചെയ്തു എന്ന് പറയും. സച്ചി ഫോൺ വിളിച്ചിട്ടാണ് ഈ രേവതി എടുക്കുന്നില്ല. അപ്പോൾ അപ്പുറത്തുനിന്ന് കൂട്ടുകാരായിരിക്കും, എന്താടാ രണ്ടുപേരും കൂടി അടിയായോ? കൂട്ടുകാരൻ പറയും, മറ്റുള്ളവരായിട്ടുള്ള പിണക്കെന്ന് പറഞ്ഞാൽ ജലദോഷം പോലെ, മരുന്ന് കഴിച്ചാലും ഇല്ലെങ്കിലും മാറും. പക്ഷേ ഭാര്യയായിട്ടുള്ള പിണക്കെന്ന് പറഞ്ഞാൽ തുരുമ്പ് പിടിച്ച ബ്ലേഡ് കൊണ്ട് മുറിഞ്ഞ പോലെ, പെട്ടെന്ന് ഇഞ്ചക്ഷൻ എടുത്ത് മരുന്ന് വെച്ചില്ലെങ്കിൽ സെപ്റ്റിക് ആവും. നിന്നെ പറഞ്ഞ് പേടിപ്പിക്കുന്നതല്ല, പിണക്കമുള്ളിടത്തെ സ്നേഹം ഉണ്ടാവും. ഭാര്യയുടെ പിണക്കം മാറ്റാൻ ഞാനൊരു ടിപ്പ് പറഞ്ഞുതരാം. രാത്രി പോകുമ്പോൾ അവൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും കൊണ്ടുകൊടുക്ക്. അപ്പോൾ അവളുടെ മുഖത്തൊരു ചെറിയ ചിരി വരും. ആ സമയത്ത് ഓട്ടോയിൽ ഒരാൾ വന്ന് ഇറങ്ങുകയാണ് അവിടെ. സച്ചിൻ കൂട്ടുകാരൊക്കെ വേറെ ഏതോ വിദേശിയാണെന്നൊക്കെ വിചാരിക്കും. അടുത്തെത്തുമ്പോഴാണ് മനസ്സിലാവുക അവരുടെ ഫ്രണ്ടാണെന്ന്. സച്ചി അവനെ എടുത്ത് വട്ടം കറക്കും. എന്നിട്ട് പറയും, നിന്നെ കണ്ടിട്ട് മനസ്സിലായില്ല, ഇത് എവിടുന്ന് കിട്ടിയ ഡ്രസ്സൊക്കെ വാടകയ്ക്ക് എടുത്താണോ? അപ്പോൾ അവൻ പറയും, ഇത് ടൈലർ തയ്ച്ചു തന്നതാ, സിറ്റിയിലേക്കൊക്കെ ഇറങ്ങല്ലേ, അപ്പോൾ ഒരു ഫാഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു എന്ന് പറയും. സച്ചി പറയും, ഇതാണോ ഫാഷൻ? ഇതിവിടെ മിമിക്രിക്കാർ മാത്രമേ ഇടാറുള്ളൂ എന്ന് പറയും. വരവിൻ്റെ ഉദ്ദേശം ചോദിക്കുമ്പോൾ അവൻ പറയും, ഞാൻ ഇവിടെ താമസിക്കാൻ വന്നാൽ അറിയും. സച്ചി പറയും, വീട്ടിൽ എനിക്കൊരു അവധിക്ക് കിടക്കാൻ തന്നെ സ്ഥലമില്ല എന്ന് പറയും. അവൻ പറയും, ഇവിടെ കിടക്കാൻ വേറെ സ്ഥലമുണ്ടല്ലോ, ഞാൻ അവിടുന്ന് ഒരു കണക്കിന് രക്ഷപ്പെട്ട ഇവിടെ എത്തിയത്, മരിക്കേണ്ടതായിരുന്നു എന്നൊക്കെ പറയും. സച്ചി പറയും, ആരാ നിന്നെ കൊല്ലാൻ നോക്കിയത്? വാ നമുക്ക് ഇപ്പം തന്നെ പോയി ചോദിക്കണം എന്നൊക്കെ പറയും. അപ്പോൾ അവൻ പറയും, ആളെ നീ പറഞ്ഞാലറിയും, കലാവതി നിൻ്റെ അച്ഛമ്മ എന്ന് പറയും. നാട്ടിൽ നിന്ന് വിറക് വെട്ടി വെട്ടി ഞാൻ ഇപ്പോൾ ഈർക്കിൾ പോലെ ആയി, കയ്യിലാണെങ്കിൽ ഒറ്റ കാശുമില്ല, ഞാനിവിടെ എന്തെങ്കിലും ജോലി ചെയ്ത് ജീവിച്ചോളാം എന്ന് പറയും. സച്ചി ജസ്റ്റ് അവന് വേണ്ടിയിട്ട് എന്തെങ്കിലും പ്ലാൻ ചെയ്യും. അപ്പോൾ അവൻ പറയും, ആദ്യം എനിക്ക് പൊറോട്ടയും ബീഫും വായിച്ചാൽ എനിക്ക് നല്ല വിശപ്പുണ്ടെന്ന് പറയും. അമ്മ ഒറ്റയ്ക്ക് രേവതിയെ ഇങ്ങനെ കുറ്റം പറഞ്ഞു കൊടുക്കുക, അവളിങ്ങോട്ട് വരട്ടെ എന്നൊക്കെ. ആ സമയത്ത് അച്ഛൻ വരും. അച്ഛൻ രേവതി അന്വേഷിക്കുമ്പോൾ അമ്മ അറിയും, അവളെ ഇങ്ങോട്ടോ നാട് ചുറ്റാൻ പോയതാണെന്ന് അറിയും. അച്ഛൻ പറയും, അവളുടെ സ്കൂട്ടർ ഉണ്ടല്ലോ പുറത്തുനിന്ന് അറിയും. അപ്പം അമ്മ അറിയുമോ, സ്കൂട്ടർ എടുക്കാതെ അല്ലേ നാട് ചുറ്റാൻ പോയത്? അച്ഛനൊരു കോളിൽ നിൽക്കുമ്പോൾ സച്ചി അങ്ങോട്ട് കയറി വരിക, രേവതിയെന്ന് വിളിക്കും. അപ്പോൾ അച്ഛൻ പറയും, രേവതി ഇവിടെ ഇല്ലടാ. സച്ചി പറയും, പുറത്ത് വണ്ടി ഉണ്ടല്ലോ, എവിടെ പോയതാ അച്ഛാ? അമ്മ പറയും, ആരോടെങ്കിലും പറഞ്ഞാലല്ലേ എങ്ങോട്ടാ പോയെന്ന് അറിയുള്ളൂ, ഞാൻ രാവിലെ ഒന്ന് ഉറങ്ങിപ്പോയി, ആ സമയത്ത് അവളെ എങ്ങോട്ടോ പോയി എന്ന് പറയും. അച്ഛൻ ചോദിക്കും, ഇനി പൂവെടുക്കാൻ അങ്ങനെ പോയി ചോദിക്കും. സച്ചി പറയും, പൂവെടുക്കാൻ പോയാൽ വണ്ടി എടുക്കുമല്ലോ, എന്നാന്ന് വിളിച്ചു നോക്കുന്നത് അച്ഛൻ പറയും. സച്ചി പറയും, ഞാൻ നേരത്തെ വിളിച്ചിരുന്നു, പക്ഷേ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയും. ചന്ദ്രയാണെങ്കിൽ രേവതി ഇങ്ങനെ കുറ്റം പറിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. സച്ചിക്ക് ഇതൊക്കെ കേട്ടിട്ട് ദേഷ്യം വരുന്നുണ്ട്. അച്ഛൻ പറയും, ചന്ദ്ര നീ ഇവിടുന്ന് എണീറ്റൊന്ന് പോ. ശ്രീകാന്ത് വരുമ്പോൾ സച്ചി ചോദിക്കും, വർഷം എവിടെയെന്ന് ചോദിക്കും. ശ്രീകാന്ത് പറയും, അവളുടെ വർക്ക് കഴിഞ്ഞിട്ടില്ല, കുറച്ച് വൈകുമെന്ന് പറഞ്ഞുകൊണ്ട് പറയും. അമ്മ പറയും, ഇതാണ് നല്ല കുട്ടികളുടെ ലക്ഷണം, നേരെ വൈകുന്ന ഭർത്താവിനോട് പറഞ്ഞെന്ന് പറയും. രേവതി നിന്നോട് പറഞ്ഞെന്ന് ചോദിക്കും. ശ്രീകാന്ത് പറയും, എവിടെ പോയാലും ഏടത്തി ഇത്ര വൈകാറില്ലല്ലോ, ഇത് പറ്റിയാവോ? അമ്മ പറയും, ഇവിടെ വന്നാലേ വീട്ടുജോലി ചെയ്യേണ്ടി വരും, അത് വിചാരിച്ചിട്ടാവും എന്ന് പറയും. ആ സമയത്ത് ശ്രുതി വന്നിട്ട് ചോദിക്കും, സച്ചി കാറ് ഗേറ്റിൻ്റെ അടുത്ത് കൊണ്ടിട്ടാൽ എൻ്റെ കാറ് ഞാൻ എവിടെ കൊണ്ടുപോയിട്ടെന്ന് ചോദിക്കും. സച്ചി ദേഷ്യം വന്നിട്ട്, നിൻ്റെ തലയിൽ കൊണ്ടുപോയിട്ടെന്ന് പറയും. ശ്രുതി പറയും, ഞാനിന്ന് ഭയങ്കര ടയർഡാ, ഞാൻ ഇന്ന് എത്ര ഡീലർമാരെ കാണാൻ പോയി എന്നറിയോ? ശ്രീകാന്ത് പറയും, ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നവരാ, പക്ഷേ ഞങ്ങളാരും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് നടക്കാറില്ല എന്ന് പറയും. ശ്രുതി പറയും, ഞാൻ ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ്, നിങ്ങളെപ്പോലുള്ള ജോലിയല്ല എന്ന് പറയും. ശ്രീകാന്ത് പറയും, എല്ലാവരും ബ്രെയിൻ ഉപയോഗിച്ചിട്ടാണ് എന്നെ ജോലി ചെയ്യുന്നത്, മണ്ട മുതലാളി ഏട്ടാന്ന് പറയും. ഇത് കേട്ടിട്ട് ശ്രുതി ചോദിക്കും, നീ എന്തിനിങ്ങനെ ദേഷ്യപ്പെടുന്നത്? ശ്രീകാന്ത് പറയും, ഏട്ടൻ പറഞ്ഞു കേട്ടില്ലേ, ഞങ്ങളൊക്കെ ചെയ്യുന്ന എന്തോ ജോലി. ശ്രുതി അതിനെ ഓരോന്ന് പറഞ്ഞ് ന്യായീകരിക്കും. ആ സമയത്ത് ശ്രുതി പിന്നെ എന്തോ പറയാൻ പോകുമ്പോൾ സച്ചി അങ്ങ് ചൂടാവും. അമ്മ വിശക്കുന്ന കാര്യം പറയുമ്പോൾ സച്ചി പറയും, ഇപ്പോൾ മനസ്സിലായില്ലേ രേവതി ഈ വീടിന് എത്രമാത്രം പ്രധാനപ്പെട്ടതാണെന്ന്? അച്ഛനും പറയും, രേവതിയാണ് ഈ വീടിൻ്റെ നെടുന്നുട്, അവളില്ലെങ്കിൽ തന്നെ ഈ വീടിൻ്റെ താളം മുഴുവൻ തെറ്റും. സച്ചിയാണെങ്കിൽ രേവതി ഇങ്ങനെ കോൾ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ്. അമ്മ പറയും, അവൾ വന്നില്ലെങ്കിൽ നമ്മൾ പട്ടിണി എടുക്കുന്ന അവൾ വിചാരിച്ചത്, അല്ലാന്ന് നമ്മൾ കാണിച്ചു കൊടുക്കണമെന്ന് ശ്രുതിയോട് പറയും. ശ്രുതി ചോദിക്കും, നമ്മളെന്താ ചെയ്യാൻ ആൻറ്റി? അമ്മ പറയും, ഇന്നത്തെ ഭക്ഷണം നീ ഉണ്ടാക്കണം. ശ്രുതി ചോദിക്കും, ഞാനോ? എനിക്കങ്ങനെ നന്നായിട്ട് പാചകം ചെയ്യാനൊന്നും അറിയില്ല ആൻറ്റി. അമ്മ പറയും, അറിയുന്ന പോലെയൊക്കെ ചെയ്താൽ മതി, ചെല്ല്. ശ്രുതി മനസ്സില്ലാ മനസ്സോടെ അടുക്കളയിലേക്ക് പോവാണ്. അച്ഛൻ ചോദിക്കും, അവൾ ഫോൺ ഇതുവരെ ഓണാക്കിയില്ലല്ലേ? സച്ചി ഇല്ലയെന്ന് പറയുമ്പോൾ അച്ഛൻ സമാധാനിപ്പിക്കാൻ വേണ്ടി പറയും, പേടിക്കാനൊന്നുമില്ല, അവൾ വന്നോളും.